ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാമെന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. നല്ല സിമ്പിളി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് നൈറ്റ് ഡിന്നറിനും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ പീസാണ്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു അളവ് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ചിക്കൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇതിലേക്ക് നല്ലപോലെ തന്നെ മസാല പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1 കപ്പ് ഗോതമ്പ് പൊടിയും എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈദ മാത്രം മതിയെങ്കിൽ അത് വെച്ചും ചെയ്തെടുക്കുക, ഗോതമ്പ് പൊടി മാത്രമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാവ് എടുക്കുമ്പോൾ ഒരു കപ്പോ ബൗളോ അളവായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്ത് മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നന്നായി ചൂടാക്കി എടുത്തിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിക്കുന്നതിലും വെച്ചിട്ട് കുറവ് ഒഴിച്ചാൽ മതി. സംഭവം പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും, പിന്നെ വെള്ളം ഏറിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് ചൂടുണ്ടാവണം. കൈ വെച്ച് കഴിഞ്ഞാൽ പൊള്ളുന്ന രീതിയിലുള്ള ചൂടാണ് കേട്ടോ ഉണ്ടാവേണ്ടത്. അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ കേട്ടോ ചെയ്തത്. ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കൈവച്ച് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഓയിലോ ഒന്ന് കയ്യിലാക്കി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. മാവ് ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ അത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കന് പകരം നിങ്ങൾക്ക് കോഴിമുട്ട വേണമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ചിക്കൻ നല്ലപോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു പാനിന് എടുത്ത് മാറ്റാം. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് ആയി കിട്ടേണ്ടത്. അപ്പോൾ നല്ലപോലെ തന്നെ അതിലത്തെ എണ്ണ ഒന്ന് വടിച്ചിട്ട് വേണം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. ആ ഒരു എണ്ണ നമുക്ക് സവാള വഴറ്റാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ സവാളയും ചിക്കൻ്റെ ഒക്കെ അളവെടുക്കാനായിട്ട്. സവാള ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ സവാള നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ചതച്ചതാണെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ആ മല്ലിപ്പൊടി മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി നല്ലൊരു മുരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു മസാല മണം ഉണ്ടല്ലോ, അതുവരെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം ഒന്ന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഈ സവാളയൊക്കെ നല്ലപോലെ വെന്തൊന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടേ ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെക്കാം. അപ്പോഴത്തേക്ക് ആ ഒരു വെള്ളവും വറ്റി വരും, ആ സവാളയൊക്കെ നന്നായി ഉടഞ്ഞ് വരും. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി സവാള നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കനും മസാലയൊക്കെ നല്ലപോലെ തന്നെ മിക്സായി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടാണ് മസാല ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം മീഡിയം സൈസ് ബോൾസ് മാവ് എടുക്കുക. എന്നിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ ഒരു 2 എണ്ണം പരത്തിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു മാവിൻ്റെ ചുറ്റിലായിട്ട് നമ്മുടെ വിരലിൻ്റെ തുമ്പിലൊന്ന് വെള്ളം നനച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അതിങ്ങനെ വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ വിരലിൻ്റെ തലപ്പൊന്ന് നനച്ചിട്ട് ഇതുപോലെ ചുറ്റിലാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഫില്ലിങ്സ് നല്ലപോലെ ചൂടാറിയ ശേഷം വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്.
അതുപോലെ തന്നെ ഈ കുത്തി നിറച്ച് വെച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മളിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. കുത്തി നിറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേറൊന്ന് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ എഡ്ജ് ഭാഗം നല്ല പോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ വെള്ളമാക്കി കൊടുത്തത് കേട്ടോ. ഇനി ഇതിൻ്റെ ആ റൗണ്ട് എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരിക കേട്ടോ. ഓരോ ഭാഗവും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. എന്നിട്ടൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഞാനൊന്ന് ഡിസൈനും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്താലും മതി. എന്നിട്ട് ഇനി ഇത് നമുക്ക് ചുട്ടിയെടുക്കാം. അപ്പോൾ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ആക്കിയെടുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ചുട്ടിയെടുക്കാനായിട്ട്. കഴിക്കാൻ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ നല്ലപോലെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്ത മാവായതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ വെന്ത് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും നല്ല പോലെ തന്നെ മുരിയിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഒട്ടും എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്ക് എണ്ണയില്ലാതെ ഡ്രൈ ആയിട്ടും ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ഓയിലിന് പകരം ബട്ടറോ നെയ്യൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും നല്ല പോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. കറി പോലും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കറി പോലും ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ചിട്ടും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.